ഹായ് ഓൾ, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു ആർ ആനന്ദമൂർത്തി എഴുതിയിട്ടുള്ള സംസ്കാരം എന്ന് പറയുന്ന നോവലിനെ കുറിച്ചിട്ടാണ്. യു ആർ ആനന്ദമൂർത്തി എന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യൻ ലിറ്ററേച്ചറിലെ ഇൻഫ്ലുവൻഷ്യൽ റൈറ്ററാണ്. എസ്പെഷ്യലി കന്നഡയിലും നവ്യ മൂവ്മെൻറ്റിലെ ഒരു ലീഡിങ് ഫിഗർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്ന ഈ ഒരു നോവലിലൂടെയാണ് അദ്ദേഹത്തെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയത്. ഈ ഒരു നോവലിൽ അദ്ദേഹം പോർട്രേറ്റ് ചെയ്യുന്നത് ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റിയിൽ നടന്നിട്ടുള്ള മോറൽ ആൻഡ് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിനെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പത്മഭൂഷൺ, ജ്ഞാനപീഠ് അവാർഡൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സംസ്കാര, ഭരതിപുര, അവസ്ഥ എന്നതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത്. ഈ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ദുർവാസപുര എന്ന് പറയുന്ന ഒരു സ്മോൾ ഇന്ത്യൻ വില്ലേജിൽ വെച്ചിട്ടാണ്. അവിടെ ഒരു ബ്രാഹ്മിണായിട്ടുള്ള പ്രാണേഷ് ആചാര്യ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ വൈഫായിട്ടുള്ള ഭഗീരഥിയെ വർഷങ്ങളായിട്ടൊരു നൈറ്റ് റിച്വൽസിൽ, അതായത് തൻ്റെ വൈഫ് വർഷങ്ങളായിട്ടൊരു രോഗബാധിതയായിട്ട് കിടപ്പിലാണ്. അതോടനുബന്ധിച്ച് അവരൊരു റിച്വൽസിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് അദ്ദേഹം കിടക്കുന്നതിന് മുമ്പായിട്ട് തൻ്റെ വൈഫിനുള്ള ഫുഡ് അദ്ദേഹം കൊടുക്കുമായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു ചന്ദ്രി എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീ വന്നിട്ട് തൻ്റെ ലവറായിട്ടുള്ള നാരായണപ്പ പനി പിടിച്ച് മരിച്ചെന്ന് അദ്ദേഹത്തോട് പറയുന്നത്. പ്രാണേശാചാര്യ ഇത് കേട്ട ഉടനെ തന്നെ ഗരുഡ എന്ന് പറയുന്ന മറ്റൊരു ബ്രാഹ്മണൻ്റെ വീട്ടിൽ പോയിട്ട് ഈ ഒരു കാര്യം അറിയിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഫുഡ് കഴിക്കുന്നത് നിർത്താനും ഈ ഒരു പ്രാണേശാചാര്യ പറയുന്നുണ്ട്. ഈ ഒരു വാർത്ത അറിയുന്നതോടൊപ്പം തന്നെ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി ആ നാരായണപ്പയുടെ ഫ്യൂണറൽ റൈറ്റ്സിനെ കുറിച്ചിട്ട് ഡിസിഷൻ എടുക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു റൈറ്റ്സ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഫാമിലി മെമ്പർ ആയിരിക്കും. എന്നാൽ ഗരുഡയും ലക്ഷ്മണയും അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ് ആയെങ്കിൽ കൂടി അദ്ദേഹത്തെ കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട്, ബിക്കോസ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഒരു ലോവർ കാസ്റ്റ് വുമണിൻ്റെ കൂടെയാണെന്നും അതുപോലെ തന്നെ അദ്ദേഹം മീറ്റ്സ് കഴിക്കുമായിരുന്നെന്നും ആൽക്കഹോളിക് പേഴ്സൺ ആയിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി കാരണം അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്തായിരുന്നു ഈ ഒരു ഫാമിലി മെമ്പേഴ്സ് ആയാലും അതുപോലെ ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റി ചെയ്തിരുന്നത്. പ്രാണേശാചാര്യ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് ചന്ദ്രയ്ക്ക് ആ ഒരു ഹോപ്പ് തോന്നാതെ നാരായണപ്പയുടെ ബോഡിയിലുള്ള റൈറ്റ്സൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ളൊരു ഹോപ്പ് അവൾക്ക് വരികയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് അവളുടെ ജ്വല്ലറീസ് നാരായണപ്പയുടെ ബോഡി റൈറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നരേറ്റർ ആ ഒരു ടൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതായത് ഫ്രൂട്ട് ട്രീസ്, റിച്വൽ മീൽസ്, അതുപോലെ ആ ഒരു ഹോട്ട് ക്ലൈമറ്റിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പ്രാണേശാചാര്യ നാരായണപ്പയുമായിട്ടുള്ളൊരു പ്രീവിയസ് മീറ്റിങ്ങിനെ കുറിച്ചിട്ട് അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. അതായത് നാരായണപ്പയ്ക്ക് യാതൊരു വിധത്തിലും ബ്രാഹ്മിൻസിൻ്റെ ആചാരങ്ങളോട് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറയുന്നത്, അതായത് ബ്രാഹ്മിൻസിലെ ചില മെമ്പേഴ്സ് ജോലിസ് ആയിട്ടുള്ള, അതായത് ഹാപ്പിനെസ് ഇല്ലാതെ അനാചാരങ്ങളിലൊക്കെ ഉൾപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം ഒരു ദിവസം ടെമ്പിളിൽ, ക്ഷേത്രത്തിൽ മീൻ പിടിക്കാൻ പോയ സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ബോയ്സിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ പ്രാണേശാചാര്യ നാരായണപ്പയുടെ ഈ ഒരു കാര്യം റോങ് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടക്കുന്നുണ്ടെങ്കിൽ കൂടി അത് ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. ബ്രാഹ്മിൻസ് നാരായണപ്പയുടെ ഫ്യൂണറൽ റൈറ്റ്സിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകൾ തമ്മിൽ ചെറിയ ചെറിയ ഫൈറ്റ്സൊക്കെ വരുന്നുണ്ട്. ഗരുഡയ്ക്ക് ലക്ഷ്മണയുടെ ക്യാരക്ടർ ഇഷ്ടമല്ലായിരുന്നു. ഒരു ഗ്രീഡ് ആൻഡ് പെന്നി പിഞ്ചിങ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ പ്രാണേശാചാര്യയുടെ സ്വത്തുകളിലുള്ള ഗോൾഡ് എന്ത് ചെയ്യണമെന്നും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു കാര്യം ആലോചിച്ചിട്ട് അദ്ദേഹം വളരെ സ്ട്രെസ്ഫുൾ ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സാക്രഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകളിൽ നോക്കിയിട്ട് അദ്ദേഹം ചന്ദ്രയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ചില ബ്രാഹ്മിൻസ് അവർക്ക് നാരായണപ്പയുടെ ബോഡിയിൽ നിന്ന് വരുന്ന ദുർഗന്ധം കാരണം ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. ചന്ദ്രി നാരായണപ്പയുടെ ഈ ഒരു ഫ്യൂണറൽ റൈറ്റ്സ് നടക്കാൻ വേണ്ടിയിട്ട് അവളുടെ കുറച്ച് ഗോൾഡ് വിറ്റിട്ട് ആ ഒരു ക്യാഷ് കൊണ്ട് നടത്താമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പ്രാണേശാചാര്യ അവളോട് അത് സൂക്ഷിച്ച് വയ്ക്കാൻ പറയുന്നുണ്ട്. പിന്നീട് ചന്ദ്ര കുറച്ച് പഴങ്ങളുമായിട്ട് ഒരു മരത്തിന് താഴെ പോയി ഇരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ആകാശത്ത് വട്ടമിട്ട് നടക്കുന്ന വൾച്ചേഴ്സ്, അതായത് കഴുകന്മാരെ അവിടെ സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ബ്രാഹ്മിൻസ് അതൊരു ശകുനായിട്ട് കാണുകയും അതിനെ ഓടിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രാണേശാചാര്യ നാരായണപ്പയുടെ ഡിസിഷൻ എടുക്കുന്നതിൽ വളരെയധികം ടെൻസ്ഡ് ആയിരുന്നു.
പിന്നീട് ചന്ദ്രയെ അവരൊരു ഫോറസ്റ്റിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. അവർ രണ്ട് പേരും ഈ ഒരു ഡിസിഷൻ എടുക്കുന്നതിൽ വളരെയധികം ദുഃഖിതരാവുന്നുണ്ട്. പെട്ടെന്ന് അവർക്കിടയിൽ ഒരു ഫീലിങ്സൊക്കെ വരികയും അവർ തമ്മിലൊരു നൈറ്റ് പങ്കിടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രാണേഷാചാര്യ ചന്ദ്രയോട് രാത്രി നടന്ന കാര്യങ്ങൾ ആലോചിച്ച് അവന് കൺഫസ് ചെയ്യുന്നുണ്ട്. ചന്ദ്രക്ക് അവൾ ചെയ്ത കാര്യങ്ങൾ ആലോചിച്ചിട്ട് വളരെയധികം കുറ്റബോധം തോന്നുന്നുണ്ട്. പിന്നീട് അവൾ നാരായണപ്പയുടെ ബോഡി ടെമ്പിളിൻ്റെ മുന്നിൽ കിടന്നിട്ട് അവിടെ നശിച്ചു പോകുമെന്ന് പേടിച്ചിട്ട് അവൾ ഒരു മുസ്ലിം ഫിഷ് മോങ്കരോട് ആ ഒരു ബോഡി മോഷ്ടിച്ച് കൊണ്ടുവരാനും പിന്നീട് അത് ക്രിമേറ്റ് ചെയ്ത് കളയാനും പറയുന്നുണ്ട്. ആ ഒരു വില്ലേജിലെ യങ് മെൻസ് അവരൊരു പ്ലേ കണ്ടക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. അതായത് അവർ പറയുന്നുണ്ട്, ബ്രഹ്മിൻസിലെ മറ്റു വുമൺസിനേക്കാളും ഒരു കൈൻഡ്ഫുൾ മൈൻഡുള്ളൊരു വ്യക്തിയാണ് ചന്ദ്രയെന്നും അതുപോലെ തന്നെ നാരായണപ്പയുടെ ബോഡിയുടെ കാര്യത്തിൽ എല്ലാവരും ഒരു സീരിയസ്നെസ് പുലർത്തുന്നുണ്ടെന്നും അവർ പറയുന്നുണ്ട്. പ്രാണേഷാചാര്യ താൻ ചെയ്ത കാര്യങ്ങൾ ആലോചിച്ച് കുറ്റബോധത്തിലാവുന്നുണ്ട്. അവന് വില്ലേജിലേക്ക് മടങ്ങുന്നില്ലായിരുന്നു. പിന്നീട് പ്രാണേഷാചാര്യ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് അവന് ആലോചിക്കുകയാണ് എന്തുകൊണ്ടാണ് ചന്ദ്രയിലോട്ട് അവൻ്റെ ആക്ഷൻസൊക്കെ പോയതെന്ന് അവൻ ആലോചിക്കുന്നുണ്ട്. അവന് വീട്ടിലേക്ക് മടങ്ങിയ സമയത്ത് വൈഫിന് പനി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് പെട്ടെന്ന് വെച്ചിട്ട് ഒരു ടെറിബിൾ മൊമെൻ്റ് ഉണ്ടാകുന്നുണ്ട്. അവന് റിട്ടേൺ വീട്ടിലേക്ക് പോയ സമയത്ത് അവൻ്റെ വൈഫ് മരവിച്ച് കിടക്കുന്നത്, അതായത് മരിച്ചിട്ടുണ്ടായിരുന്നു. ബ്രഹ്മിൻസൊക്കെ നാരായണപ്പയുടെ ബോഡിയുടെ കാര്യത്തിൽ ഇപ്പോഴൊരു ഡിസിഷൻ എടുക്കുന്നതിൽ നിന്നോട് നിൽക്കുകയാണ്. പിന്നീട് പറയുന്നത് ഗരുഡയും ലക്ഷ്മണയും നാരായണപ്പയുടെ വെൽത്ത് കണ്ടിട്ട് അത് വേണമെന്ന് വാദിക്കുന്നുണ്ട്. കാരണം അവരവരുടെ റിലേറ്റീവ് ആയതുകൊണ്ട് തന്നെ. ടെമ്പിളിലുണ്ടായിരുന്ന സ്വാമി അവരുടെ ഈ ഒരു ഗ്രീഡായിട്ടുള്ള ക്യാരക്ടർ കണ്ടപ്പോൾ ശാസിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവർക്ക് ഒരു ദേഷ്യം വരികയും അവർ അപ്പോളജൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രാണേഷാചാര്യ ആഗ്രയുടെ ഈസ്റ്റ് ഭാഗത്തേക്ക് ടേൺ ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ ഒരു ഫോറസ്റ്റിലെത്തുകയും അവിടെ വെച്ചിട്ടൊരു പുട്ട എന്ന് പറയുന്ന ഒരു യങ് മാനെ അദ്ദേഹം കണ്ടുമുട്ടുന്നുണ്ട്. ആ ഒരു സമയത്ത് അദ്ദേഹം എല്ലാ ഭാഗവും അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ കൂട്ടാക്കുന്നുണ്ട്. പ്രാണേഷാചാര്യ ആഗ്രയിൽ നിന്ന്, അതായത് ടെമ്പിളിൽ നിന്ന് ലീവ് ചെയ്തിട്ട് ഈസ്റ്റ് ഭാഗത്തേക്ക് പോയിട്ട് ഒരു ഫോറസ്റ്റിൽ എത്തിപ്പെടുന്നുണ്ട്. ആ ഒരു സമയത്ത് പുട്ട എന്ന് പറയുന്ന ഒരു യങ് മാനെ അദ്ദേഹം കണ്ടുമുട്ടുകയും അവിടെ വെച്ചിട്ട് അവരൊരുപാട് സംസാരിക്കുകയും പിന്നീട് അവരൊരു സ്മോൾ ടൗണിൽ എത്തിപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് പുട്ട പ്രാണേഷാചാര്യയ്ക്ക് കോഫി വാങ്ങി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് പ്രാണേഷാചാര്യയെ പുട്ട കോഴിപ്പോരാട്ടത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് അവിടെ ഒരു സ്ട്രെസ്സ് കൂടുന്നുണ്ട്. പിന്നീട് പുട്ട അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രെസ്സ് മാറാൻ വേണ്ടിയിട്ട് പത്മാവതി എന്ന് പറയുന്ന ഒരു വുമണിനെ അട്രാക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയും പിന്നീട് പ്രാണേഷാചാര്യയ്ക്ക് അന്ന് ആ ഒരു നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം നിരസിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്ട്രഗിളിങ്സ് ആയിട്ടുള്ള ഈ ഫീലിങ്സ് ഇല്ലാതാവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ടെമ്പിളിലേക്ക് എൻട്രി ചെയ്യുകയും അവിടെ വെച്ച് പ്രേ ചെയ്ത ശേഷം അവിടെയുള്ള ആളുകളോട് സംസാരിച്ച് അവിടെ വെച്ചിട്ട് റൈറ്റ്സ് ചെയ്യുകയും അതുപോലെ തന്നെ അവിടെ വെച്ച് അദ്ദേഹം ചെയ്ത ആക്ഷൻസിനെ കുറിച്ചിട്ട് കൺഫസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് പ്രാണേഷാചാര്യ ദുർവാസപുര എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തിരിച്ച് പോകുന്നതും അതുപോലെ ആ ഒരു വെയിറ്റിങ്ങിൻ്റെ ഒരു ആങ്ഷ്യസ്നെസ്, റിട്ടേൺ ചെയ്യുന്നതിൻ്റെ ആങ്ഷ്യസ്നെസ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു നോവൽ ഇവിടെ എൻഡ് ആവുന്നത്.